ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. ആദ്യമായി നമുക്കതിലേക്ക് വേണ്ട ചിക്കൻ നല്ലപോലെ വൃത്തിയാക്കിയെടുക്കാം. ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ചേരുവകൾ: 4 വലിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 വലിയ പച്ചമുളക്, 4 വലിയ മുളക്, 1 തക്കാളി, പിന്നെ 1 അല്ലി വെളുത്തുള്ളി, മല്ലിയില. നമ്മൾ ആദ്യം ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അടുത്ത് നമുക്ക് ചീമോളി വൃത്തിയാക്കി വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുത്ത് എടുത്ത് വെച്ച തക്കാളി, വലിയ ഉള്ളി, മുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. നമുക്ക് അടുത്തതായി ഉള്ളി ചെറിയ കഷ്ണങ്ങളായി വട്ടത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് നേർത്ത രീതിയിൽ മുറിച്ചെടുക്കുക. അടുത്തതായി വലിയ മുളക് 4 മുറിച്ചെടുക്കുക. വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും ചെറിയ രീതിയിൽ കട്ടി കുറച്ച്. അടുത്തതായി ചെറിയ പച്ചമുളക് 2 കീറിയെടുക്കും. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുത്ത് വെച്ച ചിക്കൻ വേവിക്കാൻ വയ്ക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 2-3 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഇട്ടു. അടുപ്പിൽ നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ നമ്മളിതാ ഉള്ളി വഴറ്റാൻ വെക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. കടുക് അതിലേക്ക് 2 മുളക് ഇടുക. കറിവേപ്പില ഇടുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയും ഈ നീളത്തിലുള്ള പച്ചമുളകും കൂടെ ഒരുമിച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ചീമോളി ഒരുവിധം ചുവന്ന കളറിലായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും വലിയ പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇവിടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ കോരി അതിനാവശ്യമായ ഈ ഗ്രേവിയിലേക്ക് ഇട്ടു. നമ്മൾ ആ ചിക്കനെ ഈ ഗ്രേവിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം ഈ ലോ ഫ്ലെയിമിലായിരുന്നു. അതിനൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഗ്രേവിയും ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ അത് ഒന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ചിക്കൻ കറിക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. നമ്മൾ എല്ലാ വലിയ മുളകും ചെറിയ മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം
മുളക് പൊടി എടുക്കുക. ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ മുളക് പൊടി. ആവശ്യത്തിന് മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഒരു ടേസ്റ്റും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് കൂട്ടൊഴിച്ചു കൊടുക്കുകയാണ്. ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചേക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പയും ചിക്കനും കൂടെ ചേർത്ത് കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.